ഒരു ഓൺട്രപ്രണർ ആകണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതൽ, ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ട് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലോസ് ടു $1 ബില്യൺ കമ്പനിയായിരുന്നു. വൺ ഓഫ് ദ 10 ടോപ്പ് മൈനിങ് കമ്പനീസ് ഇൻ ഇന്തോനേഷ്യ. ദിനോസറുകൾ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഭൂകമ്പങ്ങൾ കൊണ്ട് മൂലം അടിയിലേക്ക് പോയേക്കുന്ന വൻമരങ്ങളും ജീവജാലങ്ങളും എല്ലാം കൂടെ കൂടി കുറേ വർഷങ്ങൾക്ക് ശേഷം അതിനെ മുകളിലേക്ക് ത്രസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന അഗ്നിപർവ്വതം. അതുകൊണ്ടാണ് സുമാത്ര ലിസ്റ്റ് ഇത്രയും കൂടുതൽ. പോസ്റ്റ് കോവിഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സ് അക്രോസ് ദ വേൾഡ് റീസ്റ്റാർട്ടായി. ഭയങ്കരമായിട്ട് പവറിന്റെ ഡിമാൻഡ് ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് കൂടി. അപ്പോഴത്തേനും കോളിന്റെ പ്രൈസ് $37 നിന്ന് $99 വന്നു. 24 മാസം കൊണ്ട്, ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിട്ട് മാറ്റി. മോർ ദാൻ $12 മില്യൺ ഞാൻ ഒരു വർഷം കൊണ്ട് അടച്ചത്. മറ്റു രാജ്യക്കാര് സുഗന്ധവ്യഞ്ജനങ്ങൾക്കും മറ്റുമായിട്ട് കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് കൽക്കരി തേടിപ്പോയി വിജയിച്ച ഓണർപ്രണറായ ശ്രീ ബെന്നി വാഴപ്പിള്ളിയിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ABC സർ. താങ്ക് യു. ബെന്നി സാർ, എങ്ങനെയാണ് വൈ ഇന്തോനേഷ്യ? ബാക്കി എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ 1990 സാർ എത്തിയെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സാർ ഈ ഇന്തോനേഷ്യയിൽ എത്തിയത്? ഞാൻ ബേസിക്കലി ഒരു ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്തോനേഷ്യയിൽ പോയത്. ഞാൻ അതിന് മുന്നേ, ഇന്തോനേഷ്യക്ക് പോകുന്നതിന് മുന്നേ കൊച്ചിൻ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണിൽ ഒരു ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ലോജിസ്റ്റിക് മാനേജറായിട്ടായിരുന്നു 5 വർഷക്കാലം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്നൊരു ജോബ് ഓഫർ വരികയും അങ്ങനെ അവിടെയുള്ളൊരു വലിയ ഗാർമെൻറ്റ് കമ്പനിയുടെ ലോജിസ്റ്റിക് മാനേജറായിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്തോനേഷ്യക്ക് പോകുന്നത് 1998. 98 അതെ അല്ലേ? അവിടുന്ന് എങ്ങനെയാണ് ഈ കൽക്കരി അല്ലെങ്കിൽ ഈ ഖനന മേഖലയിലേക്ക് എത്തിയത്? ഞാൻ അവിടുന്ന് ഈ ഗാർമെൻറ്റ് കമ്പനികളുടെ ജോലി കഴിഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പലരും പറയാറുണ്ട്, ഈ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് വെച്ചേക്കുന്ന സൈക്കിൾ പോലെയാണെന്ന് പറയുന്നത്. ആരാണോ ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്നത് അവർക്ക് ആ സൈക്കിൾ വിട്ടുകൊടുക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കൊരു നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നു. അവിടുത്തെ ഒരു ലീഡിങ് മൈനിങ് കമ്പനിയുടെ, ഒരു ഇന്ത്യൻ ബേസ്ഡ് മൈനിങ് കമ്പനിയാണ്, വൺ ഓഫ് ദ ടോപ്പ് 10 കമ്പനികളായിരുന്നു. അതിൽ ഒരു ലോജിസ്റ്റിക് മാനേജറുടെ വേക്കൻസി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഓഫർ വരികയും ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ കോളിലേക്ക് വരുന്നത്. ലോജിസ്റ്റിക് ആയിരുന്നു എൻ്റെ മേഖല. ഗാർമെന്റ്സിൽ നിന്ന് കോളിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ ഗാർമെൻറ്റ്സിൽ അവിടെ എനിക്ക് നിന്ന് ഏകദേശം ഒരു 10 വർഷക്കാലം ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഗാർമെൻറ്റ്സിലെ ലോജിസ്റ്റിക് മാനേജറായിട്ട് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു വലിയ കോൾ കമ്പനിയുടെ ലോജിസ്റ്റിക് മാനേജറായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യും, എന്നെ സെലക്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഞാനവിടെ 2010 മുതൽ കോൾ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിട്ട്. മൈനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ലൈസൻസാണ്. മൈനിങ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പോലെ തന്നെ ഒരു ലൈസൻസ് എന്ന് വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്, ആ ഒരു രാജ്യത്തെ ഗവൺമെൻറ് അതിനെ ഈ മാപ്പിംഗ് എല്ലാം, സാറ്റലൈറ്റ് മാപ്പിംഗ് എല്ലാം ചെയ്തിട്ട് കോൾ ബെയറിംഗ് ആയിട്ടുള്ള ഏരിയകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് അത് ഓപ്ഷനായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ലേലം കൊടുക്കുക. അത് ലേലം ചെയ്യണം. ശരാശരി ഒരു മൈനിങ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏരിയകളുണ്ടാവും. 1000 ഹെക്ടറിൻ്റെ മൈനിങ് ലൈസൻസുകളുണ്ടാവും. ചിലപ്പോൾ 99,000 ഹെക്ടറിൻ്റെയൊക്കെ മൈനിങ് ലൈസൻസുകളുള്ള സ്ഥലങ്ങളുണ്ട്. സാറേ, ഈ വർക്ക് ചെയ്ത കമ്പനിക്ക് എന്തോരം ഉണ്ടായിരുന്നു? എത്ര? ഞങ്ങൾക്ക് 3 മൈൻ ഉണ്ടായിരുന്നു. ശരാശരി ഒരു 4000 മുതൽ 6000 വരെ ഹെക്ടറുള്ള 3 മൈനിങ് ഏരിയകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഗ്രൂപ്പിൻ്റെ ലോജിസ്റ്റിക് മാനേജറായിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ ആ കമ്പനിയുടെ ജനറൽ മാനേജറായി. അതിനുശേഷം ഞാൻ അവിടുന്ന് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജോലിയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ ആ കമ്പനിയുടെ കൺട്രി ഹെഡായിരുന്നു. ഞങ്ങൾ ക്ലോസ് ടു $1 ബില്യൺ കമ്പനിയായിരുന്നു. വൺ ഓഫ് ദ 10 ടോപ്പ് മൈനിങ് കമ്പനീസ് ഇൻ ഇന്തോനേഷ്യ ആയിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് സാർ ഒരു സ്വന്തമായ ഒരു ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ? ഈ ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സിന് ലോകത്തിൽ പല ഏരിയകളിലും വളരെ വലിയ ബിസിനസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ ചെയ്യുന്ന ഒരു ഫോക്കസിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലിൽ ആ കൺട്രീനെ ഹെഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അതിൽ കുറച്ച് അസറ്റുകൾ വിൽക്കാൻ വേണ്ടി അവരെന്നെ ഏർപ്പാട് ചെയ്യുക, എന്നോട് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണികളാണ്, അതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ വിളിക്കുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു കനി വിൽക്കാൻ വേണ്ടി അവർ എന്നെ, ഇപ്പം ഞാനത് അഡ്വർട്ടൈസ് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഐ തിങ്ക് ഐ സ്പെൻഡ് ഓൾമോസ്റ്റ് ഒരു ഇയറിൽ നമ്മളതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അത് മേടിക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വന്നിട്ടില്ല.
അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു അവരുടെ അടുത്ത് എല്ലാ പ്രാവശ്യവും സൂം മീറ്റിങ്ങിൽ. അപ്പം എന്തുകൊണ്ട് ഇത് വിൽക്കാൻ പറ്റുന്നില്ല, വി ഹാവ് ടു സെൽ ഇറ്റ് വെരി ഫാസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര പ്രഷറായിരുന്നു. അപ്പം ഞാനങ്ങനെ അവസാനം ഒരു സുപ്രഭാതത്തിലൊരു ഓഫർ എൻ്റെ പ്രൊമോട്ടേഴ്സിന് കൊടുത്തു ഒരു മീറ്റിങ്ങിൽ. ഞാൻ പറഞ്ഞു, സാറേ, ഇഫ് യു ഡോണ്ട് ഫീൽ ബാഡ്, വൈ ക്യാൻ യു ഓഫർ ദറ്റ് അസറ്റ് ടു മീ എന്ന് ചോദിച്ചു അവർ. അപ്പം പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് അപ്രണ്ട് ചെയ്യാൻ വേണ്ടി പൈസയില്ല, ബിക്കോസ് ഐ വാസ് എൻ എംപ്ലോയി വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്രണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പൈസയില്ല, പക്ഷേ വന്നിട്ട് ഐ ക്യാൻ ഗിവ് യു എൻ അഡ്വാൻസ്. എന്നിട്ട് നമുക്ക് ആ ബാലൻസ് വരുന്ന പേയ്മെൻറ്റ്സ് ഓൾ ദി ലയബിലിറ്റീസ് ഐ വിൽ ടേക്ക് ഓവർ. ഞാനതിനെ റീസ്ട്രക്ചർ ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് തരാനുള്ള പൈസകൾ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 വർഷത്തെ പീരീഡിൽ സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ ആ കമ്മിറ്റ്മെൻറ്റ് പ്രകാരം പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തോ ഒരു എനിക്കറിയത്തില്ല അവരെന്ത് ഫീൽ ചെയ്തിട്ടാണെന്ന്. അവരത് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ, വൈ കാൻ വി തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് അവരവരുടെ ഫാമിലിയിലൊക്കെ ഡിസ്കസ് ചെയ്ത് അവസാനം എനിക്കൊരു ഗോയേഡ് തന്നു. അപ്പോൾ അതിന് പിന്നീട് അതിൻ്റെ ഫർദറായിട്ടുള്ള മീറ്റിങ്ങുകളും ടേക്ക് ഓവർ പ്രോസസ്സും ഡ്യൂ ഡിലിജൻസും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആ മൈനിലേക്ക്, ഞാൻ ആ കമ്പനിയുടെ ഓണർഷിപ്പിലേക്ക് വരുന്നത്. ഈ സാധാരണഗതിയിൽ ഒരു സെയിങ് ഉണ്ട്, നമ്മളൊരു കാറ് വിൽക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർക്ക് ഒരിക്കലും ആ കാറ് കൊടുക്കുകയില്ല. അത് മനുഷ്യൻ്റെ ഒരു ജന്മനായുള്ളൊരു ഈഗോ ആണ് അത്, അല്ലേ? നാട്ടിൽ വേറൊരാളൊരു നിങ്ങൾക്കൊരു സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു 1 ലക്ഷം രൂപ ഓഫർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവർ നിങ്ങൾക്ക് 1,10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രൈവർ കൊടുക്കില്ല. എൻ്റെ കാർ അങ്ങനെ അവൻ ഓടിച്ച് ഈ അയലൊക്കത്തെ ഒരു ഭൂമി തൊട്ടയലക്കാരന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധാരണഗതിയിൽ ബിസിനസ്സുകളും ഇപ്പോൾ അങ്ങനെയാണ്. കാരണം നിങ്ങളൊരു എംപ്ലോയിക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് നിങ്ങളത് പൂട്ടിപ്പോയാൽ പോലും പലരും കൊടുക്കുകയില്ല. അപ്പം എൻ്റെ ആ പ്രൊമോട്ടേഴ്സ് ഭയങ്കര ജനറസ് ആയിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അവരോട് അത്ര അടുപ്പമുള്ള ഒരാളായതുകൊണ്ടോ അങ്ങനെ ചെയ്തു. പിന്നെ അത് ഏറ്റെടുത്തതിന് ശേഷം കോവിഡ് മാറി. അതിന് മുമ്പ് 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ആദ്യമായിട്ട് ഇത് ഞാൻ ഏറ്റെടുത്തേക്കാന്നുള്ള തീരുമാനം എങ്ങനെയാണ്? ഒറ്റയ്ക്ക് എടുത്ത് വേറെ ആരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഒന്നാമത് ഫിനാൻഷ്യലി, അപ്പോൾ എനിക്കൊരു സേവിങ് ഉണ്ടായിരുന്നു. അതെ, രണ്ടാമത്തെ ചോദ്യം അതങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ് ഈ പണം ഉണ്ടാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു തീരുമാനം എടുത്തല്ലോ, ഞാൻ വാങ്ങാന്നുള്ളൊരു മനസ്സിലൊരു തീരുമാനം എടുക്കാൻ വേറെ ആരെങ്കിലും സഹായിച്ചോ? എങ്ങനെയാണ് ഈ ഫണ്ട്? ഞാനിത് ആദ്യം ഡിസ്കസ് ചെയ്തത് എൻ്റെ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് വിവാഹം കഴിച്ചിരുന്നു? പിന്നെ ഞാൻ 1996 വിവാഹിതനാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇവരോട് പറഞ്ഞിരുന്നു, 40ാമത്തെ വയസ്സിൽ ഞാൻ കയറുന്ന ജോലി അത് എന്നുവരെ തുടരുന്നു, അതായിരിക്കും എൻ്റെ ലാസ്റ്റ് എംപ്ലോയ്മെൻറ്റ്. ഒരു ഓൺട്രപ്രണർ ആകണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതൽ, ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ട് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണെങ്കിലും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന മനസ്സിൽ അത് കിട്ടുന്ന സാധനങ്ങളെല്ലാം എൻ്റെ ചുറ്റുവട്ടം കാണുന്നതെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫാമിലിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇവരിത് വിൽക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, എൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഇത് വാങ്ങുക, ഇവരെനിക്കത് ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് വാങ്ങുക എന്നുള്ളതൊരു ഭയങ്കര ലയബിലിറ്റി നമ്മളെടുത്ത് തലയിൽ വെക്കുകയാണ്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്പനി അവർ വേറെ ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഓൾ ഹാവ് ടു ഗോ ബാക്ക്. നമ്മൾക്ക് കേരളത്തിലേക്ക് വന്നിട്ട് സെറ്റിൽ ചെയ്യണം, പിന്നെ ഇവിടെ എന്താണെന്നുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. അല്ലെന്നാണ് ഞാനിനി വേറൊരു ജോലി ചെയ്യാൻ തയ്യാറാകുന്നത്. അപ്പോൾ എൻ്റെ കുടുംബം ഒന്നടങ്കാനോട് പറഞ്ഞു, ലെറ്റസ് പ്രൊസീഡ് എന്ന് പറഞ്ഞു. അവർക്കിതിൻ്റെ വരുംവരായികളെ പറ്റിയൊന്നും അറിഞ്ഞിട്ടല്ല അവർ പറയുന്നത്. പക്ഷെ അവർക്ക് ബേസിക്കലി ഇന്തോനേഷ്യ എന്നുള്ള മനോഹരമായ രാജ്യത്ത് നിന്ന് അവർക്ക് തിരിച്ചു പോകണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഗോ എ ഡാഡ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു ബൂസ്റ്റ് അവിടെ നിന്നായിരുന്നു. ഇനി ഫണ്ടിൻ്റെ കാര്യം? ഫണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫണ്ടിന് വേണ്ടി ഞാൻ ഒരുപാട് അന്ന് വരെ എൻ്റെ കൂടെ ഒത്തിരി ഫ്രണ്ട്സായിട്ട് നടക്കുന്നതും അവരൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, അപ്രോച്ച് ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പം ഞാൻ അതിൻ്റെ ഒരു ഈക്വൽ ഷെയർ ഹോൾഡിംഗ് പാർട്ട്ണറായിട്ട് ക്യാൻ യു ഇൻവെസ്റ്റ് സം ഫണ്ട് എന്ന് പറഞ്ഞു. അന്നത്തെ ഒരു സാഹചര്യത്തിൽ കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സാഹചര്യത്തിൽ അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു യു ആർ ഗോയിങ് മാഡ്. ഇപ്പം ഇറ്റ് ഈസ് ദ റോങ്ങസ്റ്റ് ഡിസിഷൻ വിച്ച് യു വിൽ ബി ടേക്കിംഗ് ഇൻ യുവർ ലൈഫ്. ഇതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. സോ നിങ്ങൾ ഇതുവരെയും ഇന്തോനേഷ്യയിൽ എത്ര വർഷം ജീവിച്ചോ അത്രയും വർഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സ്ക്രാച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു റോങ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ സോ ബി വെരി കെയർഫുൾ എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. ആരും എനിക്ക് ഒരു $100 വരെയും തരാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ എല്ലാം മുന്നിൽ അതൊരു റോങ് ഡിസിഷനായിരുന്നു, പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാനത് ചെയ്തത്. അപ്പം ഞാൻ കമ്പനിയുടെ
കുറേ ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു, ഇവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളതിനെ റീസ്ട്രക്ചർ ചെയ്ത് ഈ ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ബാങ്കേഴ്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു, ടാക്സ് അതോറിറ്റീസ്. ഏറ്റെടുക്കുമ്പോൾ അത്രയും 3 ഉണ്ടായിരുന്നു, 3 ലാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ ഒരെണ്ണം ഓൾറെഡി മൈനിങ് കഴിഞ്ഞ ഒരു കമ്പനിയായിരുന്നു. അപ്പം മൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ വരാം, അതിൽ ടെക്നിക്കലി എങ്ങനെയാണോ മൈനിങ്ങിലേക്ക് ഞാൻ വരാം. ഒരെണ്ണം മൈനിങ് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുത്തൊരു കമ്പനിയായിരുന്നു അത്. പിന്നെ രണ്ടാമത് വന്നിട്ട് മൈനിങ് നടക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെ ഒരു ലോക്കൽ പാർട്ണർ ഉണ്ടായിരുന്നു. സോ ദ മാനേജ്മെൻറ്റ് ഡിസൈഡ് ടു ഗീവ് ദാറ്റ് കമ്പനി ടു ദാറ്റ് ലോക്കൽ പാർട്ണർ. ഞാൻ അവരുടെ ഈ സുമാത്രയിലുള്ള വെസ്റ്റ് സുമാത്രയിലുള്ള ബംഗുളു എന്ന് പറഞ്ഞൊരു പ്രോവിൻസ് ഉണ്ട്. ആ പ്രോവിൻസുള്ള ഖനിയാണ് ഞാൻ ഏറ്റെടുത്തത്. മൂന്നാമത്തെ. യെസ്. ഇനി അതിൻ്റെ വർക്കിങ്സ് എങ്ങനെയായിരുന്നു പിന്നീട് അങ്ങോട്ട്? ഏറ്റെടുത്ത ശേഷം ലയബിലിറ്റീസ് എല്ലാം നമുക്ക് നോക്കണം. ഒത്തിരിയധികം ലയബിലിറ്റി കോവിഡ് മൂലമൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ടാക്സിൻ്റെ ലയബിലിറ്റീസ്, ബാങ്കിൻ്റെ നമുക്ക് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ കമ്പനി സെൽഫ് സഫീഷ്യൻ്റ് ഫണ്ടാണെന്നുള്ള ബാങ്ക് സപ്പോർട്ട് കൂടിയൊക്കെയാണ് പല പ്രോജക്റ്റുകളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലയബിലിറ്റികളുണ്ടായിരുന്നു. ഇവർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്ന ഫണ്ടിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാക്സിൻ്റെ ആൾക്കാരും ബാങ്കിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് മീറ്റിംഗ് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കമ്പനി ഞാൻ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറച്ച് സമയം വേണം, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഈ കോവിഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞാൽ ഫിനാൻഷ്യലായിട്ടെല്ലാം മൊത്തമായിട്ട് താറുമാറായിട്ട് കിടക്കുന്ന ഒരു സമയങ്ങളിൽ എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് ബാങ്കുകാർക്ക് വരെ അറിയാമായിരുന്നു. അന്നേരം ബാങ്കുകാർ അതിനെ എഗ്രി ചെയ്തു. അപ്പോൾ ഞാൻ എനിക്കൊരു 2-3 വർഷത്തേക്ക് അവർ ലോൺസൊക്കെ റീസ്ട്രക്ചർ ചെയ്ത് തന്നു. ഈവൻ ഗവൺമെൻറ് ടാക്സ് വാസ് സോ ലീനിയൻറ്റ്, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സോ ലീനിയൻറ്റ് ടു മീ. അപ്പം അവരും എനിക്ക് അതിനൊരു സ്കെഡ്യൂൾ തന്നു, അതിനനുസരിച്ച് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഭാഗ്യത്തിന് പോസ്റ്റ് കോവിഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സ് അക്രോസ് ദ വേൾഡ് റീസ്റ്റാർട്ടായി. ഭയങ്കരമായിട്ട് പവറിൻ്റെ ഡിമാൻഡ് ചൈനയിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് കൂടി. അപ്പോൾ അന്നത്തേനും വന്ന് എനർജി പവറിൻ്റെ പിന്നെ കമ്പനികൾ റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേനും എനർജിയുടെ ആവശ്യങ്ങൾ കൂടി വരും. അപ്പോഴത്തേനും ഗോൾഡിൻ്റെ പ്രൈസ് $37 നിന്ന് $99 വന്നു. ഈ ഞാൻ വ്യത്യാസം വന്നു. യെസ്, 3 വർഷത്തേക്ക് റീസ്ട്രക്ചർ ചെയ്തേക്കുന്ന എല്ലാ പേയ്മെൻറ്റ്സും ഞാൻ 24 മാസത്തിനുള്ളിൽ അടച്ചു തീർത്ത് 24 മാസങ്ങളിൽ 1 വർഷത്തിനുള്ളിൽ എൻ്റെ കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ട് മാറ്റി. മോർ ദാൻ $12 മില്യൺ ഞാൻ 1 വർഷം കൊണ്ട് അടച്ചു തീർത്തത്. ഗ്രേറ്റ്. അതായത് കോവിഡിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് കൂടെ അതിനകത്തുണ്ട് ശരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അത് പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ ഇതിൻ്റെ ഇപ്പം കോളിൽ വന്നു, ഒരെണ്ണം സുമാത്രയിൽ വന്നു, അതിനുശേഷം ഇപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെയാണ്? ഞങ്ങളുടെ മൈനിങ് സ്റ്റിൽ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 4200 എന്ന് പറഞ്ഞ ഗ്രേഡ് ഗോളാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഞങ്ങൾ ഒരു മാസം 2 ഷിപ്മെൻറ്റ് വെച്ച് 2 കപ്പൽ, അതായത് ഞങ്ങൾ 1,00,000 ടൺ വെച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്കൊരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുണ്ട്. വി ആർ ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് കാഷ്യൂനട്ട് ഫ്രം ഇന്തോനേഷ്യ. എവിടേക്കാണ് അത് മജോറിറ്റി ഇന്തോനേഷ്യൻ കാഷ്യൂനട്ട് പോകുന്നത് വിയറ്റ്നാമിലേക്കാണ് പോകുന്നത്. കാരണം ഏറ്റവും നല്ല കാഷ്യൂനട്ട് ഇന്തോനേഷ്യൻ കാഷ്യൂനട്ടാണ്. ഇന്തോനേഷ്യയിൽ ഫ്ലോറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാഷ്യൂ ആണ് സപ്പോസ് ടു ബി വൺ ഓഫ് ദി ഫൈനസ്റ്റ് കാഷ്യൂ ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ പ്രൈസി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളത് കാഷ്യൂ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമാണ് പിന്നെ ഈ കാഷ്യൂ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും നല്ല ഓട്ടോമേറ്റഡ് ഫാക്ടറികളുള്ളത്. പണ്ടൊക്കെ നമ്മുടെ കൊല്ലം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ വിയറ്റ്നാമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഹബ്ബ്. നമ്മൾ റോ കാഷ്യൂ ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരത് വാങ്ങി പ്രൊഡ്യൂസ് ചെയ്ത് അവരാണ് അതിനെ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. വിയറ്റ്നാമിൻ്റെ ഈ പ്രോസസ്സിങ് യൂണിറ്റാണ് ബ്രാൻഡ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ പേരിൽ ബെന്നി എന്ന് പറഞ്ഞ പേരിൽ ഒരു ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്രേഡ് എങ്ങനെ വേണം, ഏത് സ്പൈസിൽ വേണം, ഏത് ഫ്ലേവറിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അതിനെ ബ്രാൻഡ് ചെയ്ത് പാക്കറ്റായിട്ട് നമുക്ക് തരും. അങ്ങനെയുള്ള കാഷ്യൂ ആണ് നമ്മൾ ഈ കാണുന്ന ഈ സൂപ്പർ മാർക്കറ്റുകളിലോ. ഈ കൽക്കരിയുടെ കേസിൽ ഇങ്ങനെ പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ ഗ്രേഡിങ്ങോ അങ്ങനെ വല്ലോ? കൽക്കരിക്ക് പ്രോസസ്സിങ് ബേസിക്കലി കൽക്കരി ആസിറ്റീസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എന്താണ് ശരിക്കും ഈ കൽക്കരി, എന്താണ് അത്, എങ്ങനെയാണ് കൽക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക്കലി പണ്ട് എന്താ പറയുന്നത് 1 മില്യൺ ഇയേഴ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ 2 മില്യൺ ഇയേഴ്സിൻ്റെ മുകളിലൊക്കെ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഭൂപ്രദേശമൊക്കെ നമ്മൾ ചിലപ്പോൾ ഒക്കെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, പണ്ട് ഈ ദിനോസറുകൾ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. വോൾക്കാനിക് എറപ്ഷൻ കാരണമായിരിക്കാം ഒന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഭയങ്കരമായ ഭൂകമ്പങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും അവർ മൺമറിഞ്ഞു പോയി എന്നൊക്കെയാണ് സിദ്ധാന്തങ്ങൾ പറയുന്നത്. അതുപോലെയുള്ള ഭൂകമ്പങ്ങളിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ബയോഡൈവേഴ്സിറ്റി,
കംപ്ലീറ്റ് മണ്ണിലടിയിലായി പോയി. അതൊരു 1 മില്യൺ വർഷങ്ങൾ 2 മില്യൺ വർഷങ്ങളുടെ പ്രോസസ്സിലൂടെ ആണ് ഈ കോളായിട്ട് ഫോം ചെയ്യുന്നത്. ഈ കോളിൻ്റെ പല ഗ്രേഡുകളുണ്ട്. അതായത് അതിൻ്റെ ഏജാണ് അതിൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. അപ്പം ഈ പറഞ്ഞാൽ അധികം വർഷങ്ങളാകാത്ത, ഇപ്പം അധികം വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 1 മില്യൺ ഇയേഴ്സിലൊക്കെ ആയിരിക്കും കണക്കൂട്ടുണ്ടാവും. അപ്പം അധികം വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോള് ആണ് ഏറ്റവും ലോവർ ഗ്രേഡ് കോള്. അതിനകത്ത് ഇന്ത്യയിലുള്ള ഇപ്പം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ കേട്ടില്ലേ, കോളിന് താഴെയുള്ള പ്രോഡക്റ്റാണ് ലിഗ്നൈറ്റ്. അത് കുറേ ചിലപ്പോൾ 1 മില്യൺ വർഷങ്ങളുടെ കൂടുതൽ ഭൂമിക്കടിയിൽ കിടന്നിരുന്നെങ്കിൽ അത് കോളായേനെ, കൽക്കരിയായേനെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫോം ലിഗ്നൈറ്റ് ഫോമാണ്. ലിഗ്നൈറ്റ് കോളിലേക്കുള്ള പ്രൊസീജിയറിൽ താഴത്തെ ലെവലിലാണ് ലിഗ്നൈറ്റ്. സാറ് പറഞ്ഞല്ലോ സാറിൻ്റെ കമ്പനി ഇരിക്കുന്ന സുമാത്രയിലാണല്ലോ. ഈ സുമാത്രയിൽ ഈ കോൾ ഇത്ര കൂടുതൽ കാണാൻ എന്താ കാര്യം? സുമാത്രയിൽ കോള് കൂടാനുള്ള സുമാത്ര കേട്ടേക്കുന്ന ഭൂകമ്പത്തിന്റെ അത് തന്നെയാണ് സുമാത്രയിൽ കോള് കൂടാനുള്ള ഒരു കാരണം. സുമാത്ര ഭൂകമ്പങ്ങളുടെ സ്ഥലമാണ്. സുമാത്ര അഗ്നിപർവ്വതങ്ങളുടെ സ്ഥലമാണ്. അതായത് ഭൂകമ്പങ്ങൾ കൊണ്ട് മൂലം അടിയിലേക്ക് പോയേക്കുന്ന വൻമരങ്ങളും ജീവജാലങ്ങളും എല്ലാം കൂടി കുറേ വർഷങ്ങൾക്ക് ശേഷം അത് അടിയിലേക്ക് എത്രയോ മീറ്ററുകൾ, ചിലപ്പോൾ 100 മീറ്റർ 200 മീറ്ററൊക്കെ ഉള്ളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിനെ മുകളിലേക്ക് ത്രസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന അഗ്നിപർവ്വതങ്ങളാണ്. അതുകൊണ്ടാണ് സുമാത്രയിൽ ഇത്രയും കൂടുതൽ കോള്. അപ്പോൾ ഈ കോൾ ഇരിക്കുന്ന മുകളിലാണോ ഭൂമിയുടെ അതേ അടിയിലാണോ? അത് കോളിന് പല ഫോർമേഷൻസും ഉണ്ടാവും. കോള് നമ്മളിപ്പോൾ പാറകൾ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിലെ പാറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും പാറയുടെ അതിനെ ഔട്ട് ക്രോപ്പ് എന്നാണ് പറയുന്നത്. ഔട്ട് ക്രോപ്പ്, അതിന് കോളിൽ ഞങ്ങൾ അതിനെ ഔട്ട് ക്രോപ്പ് എന്ന് പറയും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ സാധനം പൊങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പാറയാണെങ്കിൽ നമ്മളതിനെ മണ്ണ് മാറ്റി വീഴുമ്പോൾ പാറ ഇങ്ങനെ മണ്ണിനടിയിലേക്ക് അങ്ങനെ വീതിയിൽ പോയിട്ടുണ്ടാവും. കോളും അങ്ങനെ തന്നെയാണ്. കോള് ഈ അഗ്നിപർവ്വതങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനെ കൊണ്ട് പൊന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് കോള് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം അത് ഓരോ ഫോർമേഷൻ്റെ ഒക്കെ അനുസരിച്ച് എത്ര താഴം വരെ പോയിട്ടുണ്ടാവും? നമുക്കത് കോള് ഒത്തിരി അടിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കത് എടുക്കാൻ വേണ്ടി എക്കണോമിക്കലായിരിക്കത്തില്ല. അത്രയും മണ്ണ് വേറെ ഇന്തോനേഷ്യയിലൊക്കെ മിക്കവാറും ഓപ്പൺ കാസ്റ്റ് മൈനിങ്, മേൽമണ്ണ് മുഴുവൻ മാറ്റിയിട്ടാണ് നമ്മൾ കോൾ എടുക്കുന്നത്. അപ്പം എത്രയും വോളിയം മണ്ണ് മാറ്റുന്നത് മാർക്കറ്റ് പ്രൈസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പം ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ 100 മീറ്റർ താഴെ കോളണമെന്ന് പറഞ്ഞാൽ നമുക്കത് എക്കണോമിക്കലായിട്ട് നമുക്കത് മൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് സാർ ആദ്യം പറഞ്ഞത്, മൈനിങ് തീർന്നത് ആണ് അല്ലേ? അതെ, മൈനിങ് തീർന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ $50 ആണെന്നുണ്ടെങ്കിൽ ഈ $50 സെല്ലബിൾ ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമ്മൾ എത്ര വരെ മണ്ണ് നീക്കി അതിനെ മൈൻ ചെയ്യാന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. മൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു മേഖലയാണ്. നമ്മളുടെ കൂടെ ജിയോളജിസ്റ്റ് ഉണ്ടാവും, മൈനിങ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാവരും ചേർന്നൊരു ടീമാണ്. മൈൻ പ്ലാനേഴ്സ് ഉണ്ട്. ഇതെല്ലാം എഞ്ചിനീയറിംഗ് സെക്ഷൻസാണ്. ഇവരെല്ലാവരും കൂടെ ചെന്നിട്ട് ഒരു മോഡ്യൂളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 3D കാണുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ ഇതുമാത്രം കോളുണ്ട്, എത്ര ഡെപ്തിലാണ് കിടക്കുന്നത്, എത്ര മണ്ണ് മാറ്റണം, എത്ര പാറയുണ്ടാവും, പാറ പൊട്ടിക്കണോ എന്നുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്കൊരു 3D മോഡ്യൂൾ പോലെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഈ പുതിയതായിട്ടിപ്പോൾ ഒരു ബിസിനസ് ഇന്തോനേഷ്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവസായിക്ക് ഈ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അതൊക്കെ എങ്ങനെയാണ്, ഈ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ വെൽക്കമിങ് ആണോ, ഇപ്പോൾ ചെയ്താൽ വിജയിക്കുമോ? ഞാൻ ബേസിക്കലി എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇന്തോനേഷ്യൻ ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 28ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ചെല്ലുന്നതാണ്. 29ാമത്തെ വയസ്സിൽ. ഇപ്പോൾ എനിക്ക് 55 വയസ്സായി. ഇത്രയും വർഷം 28 വർഷക്കാലം ജീവിച്ച ഒരു രാജ്യമാണ് ആ രാജ്യം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലാണ് ഞാൻ ഇന്തോനേഷ്യയിലാണ് ജീവിച്ചത്. ഇന്തോനേഷ്യയിൽ ഞാൻ സ്നേഹിക്കുന്ന പോലെ, ഒരുപക്ഷെ ഇന്ത്യനെ ഇപ്പോൾ സ്നേഹിക്കുന്ന പോലെ അതിൽ ഒരു പൊടി ഇന്ത്യ എൻ്റെ പെറ്റമ്മയാണെങ്കിൽ ഇന്തോനേഷ്യ എൻ്റെ പൊറ്റമ്മയാണെന്നുള്ള രീതിയിൽ ഇന്തോനേഷ്യയിലാണ് എൻ്റെ ആത്മാവും എൻ്റെ ജീവിതവും. ഞാൻ എന്തെന്നാണോ അതിൻ്റെ എല്ലാം ബിഹൈൻഡിൽ ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഇന്തോനേഷ്യ എപ്പോഴും ഒരു വെൽക്കമിങ് രാജ്യമാണ്. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും തിരിച്ച് ഇന്തോനേഷ്യക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ളൊരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ ആൾക്കാർ ലോകത്തിൽ, ഞാനൊരു 10-40 രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ലോകത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ എത്നിസിറ്റീനെ ഇത്രയും അധികം സ്നേഹിക്കുന്ന, ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ ഇത്രയും അധികം സ്നേഹിക്കുന്ന വളരെ കുറച്ച് രാജ്യങ്ങളെ പോകുമ്പോഴത്തുണ്ടാവും. അതിൽ നമ്പർ 1 ആയിരിക്കും ഇന്തോനേഷ്യ. മാറ്റി നിർത്തുന്നേ ഇല്ല. അത് അവരുടെ ഒരു ബേസിക് നേച്ചറാണ്. അവർ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്.